സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനൂഷ്. ലോകത്തിനു മുമ്പിൽ സത്യത്തിന്റെ പ്രഭവത്തിയ ത്വഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. പ്രവാചക പ്രകീർത്തനങ്ങളിൽ അലിഞ്ഞ് പാലിക്കൽപ്പെട്ട ഇർഷാദുൽ അനാം മദ്രസയിലെ പരിപാടികൾക്ക് പ്രൗഢഗംഭീര തുടക്കം. ആദർശ വിശുദ്ധിയുടെ 100 വർഷങ്ങൾ പൂർത്തീകരിച്ച് 100ാം വാർഷികത്തിനൊരുങ്ങി സമസ്തയുടെ മദ്രസകളിൽ അർദ്ധവാർഷിക പരീക്ഷ ഒക്ടോബർ 27 മുതൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ലോകത്തിനു മുമ്പിൽ സത്യത്തിന്റെ പ്രഭവത്തിയ ത്വഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാം ജന്മദിനാഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി ജനിച്ച പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാം ജന്മദിനം ലോകം മുഴുവൻ ആഘോഷിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനായി പരസ്പര സ്നേഹം പങ്കിടുന്ന കാഴ്ചയാണ് എവിടെയും കാണാൻ കഴിയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേ അറ്റത്തെ സ്നേഹത്തിൽ നിന്നാണ് ഈ വിശുദ്ധ ദിനത്തിൽ തെരുവുകളും വീടുകളും മസ്ജിദുകളും ദീപാലങ്കാരം മറഞ്ഞു നിൽക്കുന്നത്. വിശുദ്ധ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പലി മാനത്തുദിച്ചത് മുതൽ പള്ളികളിലും മറ്റ് ദീനീ കേന്ദ്രങ്ങളിലും പ്രവാചക സദസ്സുകൾ സജീവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിയിൽ സന്തോഷിക്കുക എന്ന നന്മയോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അറിയാനും അവിടുത്തെ ജീവിത സന്ദേശത്തെ ഉൾക്കൊള്ളാനും മുഴുവൻ ജനങ്ങൾക്കും നബിദിനാഘോഷം വഴിയൊരുക്കുന്നു. പ്രവാചക പ്രകീർത്തനങ്ങളിൽ അലിഞ്ഞ് പാലക്കൽപ്പെട്ട ഇർഷാദുൽ അനാം മദ്രസയിലെ നബിദിന പരിപാടികൾക്ക് പ്രൗഢഗംഭീര തുടക്കം. പ്രവാചക മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാം ജന്മദിനം ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ പാലക്കൽപ്പെട്ട ഇർഷാദുൽ അനാം മദ്രസയിലും നബിദിന പരിപാടിക്ക് വർണ്ണാഭമായ തുടക്കം. 2 ദിവസങ്ങളിലായിട്ടാണ് നബിദിന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ അദീബ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദീബ്, നബിദിന പരിപാടിയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനൂസ് സൂചിപ്പിച്ചതുപോലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാലക്കൽപ്പെട്ട ഇർഷാദുൽ അനാം മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് പാലക്കൽപ്പെട്ട മഹല്ല് കാളി ഉസ്താദ് ഹബീബ് ഫൈസി പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ശേഷം നബിദിന ഘോഷയാത്ര ആരംഭിച്ചു. പാലക്കൽപ്പെട്ട മദ്രസ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പാലാട്ടുപടി പോയി, അവിടുന്ന് തിരിച്ച് പറാട്ടിക്കൊണ്ട് പോയി, അവിടുന്ന് പാങ്ങോട് വഴി പാറമ്മലിലൂടെ മദ്രസയിലേക്ക് തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു യാത്ര ക്രമീകരിച്ചിരുന്നത്. ഘോഷയാത്രക്ക് വലിയ സ്വീകരണമാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചത്. ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ, ഹംഗാമ തുടങ്ങിയ ടീമിന്റെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര വീക്ഷിക്കാൻ റോഡിന്റെ ഇരുവശവും പ്രവാചക സ്നേഹികൾ തടിച്ചുകൂടിയിരുന്നു. ഇന്നലെ മഗ്‌രിബ് നിസ്കാര ശേഷം ദറസ് വിദ്യാർത്ഥികളുടെയും മദ്രസ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പരിപാടി നടന്നിരുന്നു. പരിപാടി പാലക്കൽപ്പെട്ട മഹല്ല് കാളി ഉസ്താദ് ഹബീബ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഇന്നും മഗ്‌രിബ് നിസ്കാര ശേഷമാണ് മദ്രസയിലെ ബാക്കിയുള്ള ആൺകുട്ടികളുടെ നബിദിന കലാപരിപാടികൾ ആരംഭിച്ചത്. വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത കലാപരിപാടികൾ കേൾക്കാൻ പാലക്കൽവെട്ടയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും 100 കണക്കിന് ആളുകൾ മദ്രസ അങ്കണത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. മദ്രസയിലെ പെൺകുട്ടികളുടെ സ്റ്റേജ്, നോൺ സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്രസയിൽ വെച്ച് നടന്നിരുന്നു. വാദി ഹുദ, വാദി ഫിദ, വാദി നിദ എന്നീ ഗ്രൂപ്പുകൾ തമ്മിലാണ് മത്സരം സംഘടിപ്പിച്ചിരുന്നത്. മത്സരത്തിൽ വാദി ഹുദ ഓവറോൾ ട്രോഫി നേടി. നബിദിന പരിപാടിയുമായി എല്ലാ നിലയിലും സഹകരിച്ചവർക്ക് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായും ഇന്നലെയും ഇന്നും മദ്രസയിൽ നബിദിന പരിപാടി ആയതിനാൽ നാളെ മദ്രസ ലീവായിരിക്കുമെന്നും മദ്രസ സദർ ഉസ്താദും മദ്രസ സെക്രട്ടറിയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ആദർശ വിശുദ്ധിയുടെ 100 വർഷങ്ങൾ പൂർത്തീകരിച്ച് 100ാം വാർഷികത്തിനൊരുങ്ങി സമസ്ത. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ധനതായ ആശയാദർശ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 100 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുനിയയിൽ വെച്ച് നടക്കും.
1920കളുടെ തുടക്കത്തിൽ ചില വികലമായ ആശയങ്ങൾ കേരളത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ഈ 100 വർഷത്തിനുള്ളിൽ കേരള മുസ്ലിമീങ്ങളുടെ ഈമാനിന് സംരക്ഷണം നൽകാൻ കഴിഞ്ഞുവെന്ന അഭിമാനകരമായ നേട്ടത്തോടെയാണ് സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുന്നത്. സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയും സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ ചെയർമാനും ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ജനറൽ കൺവീനറും ഇബ്രാഹിം ഹാജി ഷാർജ ട്രഷററുമായി 1001 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അന്താരാഷ്ട്ര സമ്മേളനം ദുബായിലും ദേശീയ സമ്മേളനം ഡൽഹിയിലും നടക്കും. കൂടാതെ സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് മുത്തുക്കായ തങ്ങൾ ഡിസംബറിൽ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ സമ്മേളന സന്ദേശയാത്ര നടത്തും. സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് സമസ്ത ആവിഷ്കരിച്ചിട്ടുള്ളത്. സമസ്തയുടെ മദ്രസകളിൽ അർദ്ധവാർഷിക പരീക്ഷ ഒക്ടോബർ 27 മുതൽ ആരംഭിക്കും. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ ഈ വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷ ഒക്ടോബർ 27 മുതൽ നവംബർ 4 കൂടിയ ദിവസങ്ങളിൽ നടക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് പരീക്ഷ നടക്കുക. റബീഉൽ ആഖിർ മാസം ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങളാണ് പരീക്ഷ ഉണ്ടാവുക. ഇനിയുള്ള ദിവസങ്ങളിൽ കുട്ടികൾ പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണമെന്നും രക്ഷിതാക്കൾ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ സഹായവും